ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള 250 വാങ്ങിക്കുന്നത്. നിനക്കപ്പോൾ ഫ്രണ്ട് നീ നല്ലൊരു റേഡിയൽ ടയർ വാങ്ങിച്ചിടുക, അത് നിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതിന് നിന്റെ ചോയ്സ് എന്ന് ഞാൻ പറയത്തില്ല, നിന്റെ ഒരു ഉത്തരവാദിത്വം. നിനക്ക് ബഡ്ജറ്റ് കുറവ്, വണ്ടിയും വേണം ഇതും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ തരിക. എന്തിനാ എന്നെ വാങ്ങിച്ചത്? ഈ പഴയ ഓടിക്കാണ് എന്തിനാടാ നീ വണ്ടി വാങ്ങിച്ചതെന്ന് വണ്ടി നമ്മളോട് പറയും. ഹീറോ ആണേന്ന് പറഞ്ഞിട്ട് എഞ്ചിന്റെ ഭാഗത്തു നിന്നാണല്ലോ അല്ലാണ്ടാണെന്നല്ലോ ടെൻഷൻ അടിച്ച് ഓടി നടക്കേണ്ട കാര്യം എനിക്ക് ഫീൽ ചെയ്യില്ല. ചാസിയും സസ്പെൻഷനും എല്ലാം സെറ്റ്. വണ്ടി ഇത്ര അഗ്രസീവ് ആയിട്ട് പോയിട്ട് ഈ സാധനം പിടിച്ചാൽ നിൽക്കണം. അത് കിട്ടണം, അത് നമുക്ക് കിട്ടണം എന്നുള്ളതൊന്നാണ്. ഡ്യൂക്ക് 250 എന്നോട്ട് ലീനിയർ ആയി. ഡ്യൂക്ക് 250 ജനറേഷൻ 2 തൊട്ട് ലീനിയർ ആയി. KTM ഇതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. പോടാ. ഒരു പരിധി വരെ തുരുമ്പിക്കുക എന്ന് പറയുന്നത് മെയിൻ്റനൻസിൻ്റെ. നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് വാഷിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രഷർ വാഷർ യൂസ് ചെയ്തിട്ടായിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. ഓടിച്ചു നോക്കാണ്ട് ഇതിനെ നീ ജഡ്ജ് ചെയ്യാനേ പാടില്ല. ഓടിച്ചു നോക്കാണ്ട് അയ്യേ ഹീറോ മൈൻഡ് സെറ്റ് വെക്കല് നിനക്കായിരിക്കും നഷ്ടം. അത്ര ഞാൻ പറയാം. അതാണ് ഫാസ്റ്റസ്റ്റ് 250 പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. അങ്ങനെയാണ് ഹീറോ ഇതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഡ്യൂക്ക് ആക്ച്വലി ഡ്യൂക്കിനെ പൊട്ടിക്കുക. ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജെൻ 2 250 അല്ല. ലൈക്ക് ജെൻ 2 250 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതെന്ന് പറയുന്നത് ജനറേഷൻ 1 250 ഉണ്ടല്ലോ, ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഐറ്റം ആണ്. പക്ഷേ കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്, കുറച്ചും കൂടെ ലീനിയർ ആണ്. അഗ്രസീവ്നെസ് ഉണ്ട്. അഗ്രസീവ്നെസ് ആണ് വണ്ടിയുടെ മെയിൻ സ്ഥായി ഭാവം. അഗ്രസീവ്നെസ് ആണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഹീറോ ആയതുകൊണ്ടും ഇന്ത്യൻ സിനേറിയോസ് അവർ നോക്കിയിട്ടുള്ളതുകൊണ്ടും കുറച്ചും കൂടി ലീനിയാരിറ്റിയും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇതിനെ ടു ലീനിയർ ആയിട്ടൊന്നും കാണില്ല. ജിക്സർ പോലെയല്ല. ജിക്സർ ഒന്നും ഇതിൻ്റെ ഡയലോഗത്ത് വരത്തില്ല പെർഫോമൻസിൽ. ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഈ കോമ്പറ്റീഷൻ വരുന്നത് ഡ്യൂക്ക് 250 ആയിട്ടാണ്. ഡ്യൂക്ക് 250 എന്നോട്ട് ലീനിയർ ആയി. ഡ്യൂക്ക് 250 ജനറേഷൻ 2 തൊട്ട് ലീനിയർ ആയി. അത് അവർ DOSC തന്നെ സിംഗിൾ ഓവർഹെഡിലോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അതിനെ കുറച്ചും കൂടെ മയപ്പെടുത്തി. സിംഗിൾ ഓവർഹെഡ് വേണമല്ലോ അതിന്. പക്ഷേ ഓൺ പേപ്പറിൽ ഡ്യൂക്ക് 250 ഇതിനേക്കാളും 1 BHP കൂടുതലാണ്, 5 കിലോ കുറവാണ്. എന്നാലും നീ ഒരു ഡ്രാഗിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സാധനമായിരിക്കും കയറി പോകുന്ന കാണുന്നത്. അത് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. കാരണം അത് SOSC, ഇത് DOSC. അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ എന്തോ അതിന് കുറച്ചും കൂടി ഇപ്പം നിനക്ക് ബോട്ടമെന്റ് ഉണ്ട്. നിനക്ക് ബോട്ടമെന്റ് കുറച്ചുകൂടെ യൂസ് ചെയ്ത് ഓടിക്കാൻ സിറ്റിയിൽ കുറച്ചും കൂടെ നൈസ് ആയിരിക്കും. ഇതങ്ങനല്ല. ഇത് നിനക്ക് പവറും പരിപാടികളൊക്കെ കിടക്കുന്നതെന്ന് പറയുന്ന ഒരു 5000 RPM തൊട്ടിട്ട് 9000 RPM. 4000-5000 RPM വണ്ടി സമാധാനപ്രിയനാണല്ലോ. സമാധാനപ്രിയൻ എന്ന് ഞാൻ പറയില്ല. അത് വണ്ടിക്ക് ഓക്കെ, നീ ഓടിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നീ അധിക ദൂരം അങ്ങനെ ഓടിക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. അത് മീൻസ് ഞാനിപ്പോ ചെയ്തത് വണ്ടിയെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ നോക്കി. പക്ഷെ അത് ഭയങ്കര ആ സാധനമാണ് ഇതിന് വരുന്നത്. അതേസമയം നീ ഇപ്പോൾ ഓടി എക്സ്പൾസയിൽ ഓടിച്ചാൽ നീ സെറ്റാ. ചിലപ്പോൾ കരിഷ്മ 210 ഓടിച്ചാലും നീ സെറ്റ് ആയിരിക്കും. പക്ഷേ ഈ 250 നീ അങ്ങനെ ഓടിക്കരുത്. ഈ 250 നീ ക്വിക്ക് ഷിഫ്റ്റ് ചെയ്യുക, അതായത് ഈ സാധനം ചെയ്യുക. അതും പ്ലസ് 5000 to 7000 8000 ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഇത് മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 7500 RPM 25 Nm ടോർക്ക്. അപ്പോൾ ആ 7000 to 7500 നീ കറക്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത് വണ്ടി പക്ക സ്മൂത്ത് ആണ്, പ്രോപ്പർ ആണ്. ഓക്കെ. അപ്പോൾ ഡ്യൂക്കിന്റെ കാര്യത്തിൽ അതുകൊണ്ട് ഡ്യൂക്കിനെ മാറ്റി നിർത്തിക്കോ. നീ ഡ്യൂക്കും ഇതോടെ എടുക്കാൻ നീ ഡയറക്റ്റ് നോക്കുകയാണ്, ഞാൻ പറയും ഇതെടുത്തോ. ഡ്യൂക്ക് എടുക്കാനായിട്ട് ഒത്തിരി വേറെ റീസൺസ് ഉണ്ട് എടുക്കാൻ. ഞാൻ പറയാം, ഒന്ന് മീറ്റർ കൺസോൾ. ഇത് ഡയലോഗ് തരത്തില്ല ഡ്യൂക്കിന്റെ. ഇത് കൊള്ളൂല, എനിക്ക് അത്ര പിടിച്ചില്ല. ഇത് ബേസിക് ആണ്. ബേസിക് മീൻസ് ഇതിനകത്ത് നിനക്ക് റിയൽ ടൈം മൈലേജ്, കുഞ്ഞനായി പോയി. റിയൽ ടൈം മൈലേജ് ഉണ്ട്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കും, 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, അതിനും ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, നിന്റെ റൈഡിങ് ടൈം, അങ്ങനത്തെ ഡ്യൂക്കിന്റെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷനിൽ വന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അതിനും കുറച്ചും കൂടി ഇതിനകത്തുണ്ട്. പക്ഷേ ഈ ജെൻ 2 വരുന്ന അതെന്ന് പറഞ്ഞാൽ അത് വിഷയം അനിമേഷനുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ ഈവൻ ദോ ഇതിന്റെ സ്വിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചാടിപ്പോവാ ടോപ്പിക്കിനകത്ത് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ. അതെ, അതിലോട്ട് ഞാൻ പറയാം. അത് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു കാര്യമാണ് നീ ഇപ്പൊ ചോദിച്ച സാധനം. അതാ ഒരുപാട് പേര് നമുക്ക് കമന്റിനകത്തോട് ചോദിച്ചേക്കുന്നതാണ് ഹീറോയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം. അതിനകത്തോട്ട് ഞാൻ പിന്നെ വരാം. ഇതും ഡ്യൂക്കും നമ്മൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസ് ആണ് നോക്കുന്നത്. ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിലാണ്, കണ്ണു അടച്ച് ചെയ്തെടുക്കുക. ഡ്യൂക്ക് എത്ര കിട്ടും? ഡ്യൂക്ക് ഇപ്പൊ 3 ലക്ഷത്തിനാണ്. 250. ഓക്കെ. കറക്റ്റ് 3 lakh സംതിങ് ഓൺ റോഡ്. എനിക്ക് ഓൺ റോഡ് വരും. ഇതിന്റെ എത്രയാണെന്നറിയോ? 225 അത് ഈ 225 ഓൺ റോഡ് കൊച്ചി വരുന്നത്. നിനക്ക് ഇപ്പോൾ ഓഫർ ഗീഫർ എല്ലാം കൂടെ 220 വാങ്ങിക്കാൻ പറ്റും. അത് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് അണ്ടർ 2 lakh ആണ്. നൈസ്. അങ്ങനെ നോക്കുമ്പോൾ പിടി എന്റെ പൈസ വണ്ടി ഇതാ ഈ ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം ഡ്യൂക്ക് ഇപ്പൊ ലുക്ക് ഉണ്ടെങ്കിലും ഇതിന് ലുക്കിന് തീരെ ഇത് സബ്ജക്റ്റീവ് ആണ്. ഇതിന്റെ ലുക്ക് ഇത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എവിടെയെങ്കിലും നീ കൊണ്ട് വെച്ച് നോക്കും ഡ്യൂക്ക് ഇതോടെ ഇവിടെ ഡ്യൂക്ക് ഇതേ വണ്ടി ഈ ആറ്റിറ്റ്യൂഡ്. കാരണം ഒത്തിരി ഒന്നും ഇറങ്ങിയിട്ടില്ല. പ്ലസ് ഈ ഒരു ഡിസൈനും ഭയങ്കര കാരണം ഭയങ്കര ഒന്ന് ബിസിയാണ് ഈ ഡിസൈൻ. അതുകൊണ്ട് ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാക്കി എൻജോയ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ എന്തായാലും ആൾക്കാർ ഷെയർ ചെയ്യും. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സെറ്റ് വണ്ടിയാണ്. പിന്നെ ഞാൻ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഡ്യൂക്ക് ഇതോടെ
ഇതുമായിട്ട് കമ്പയർ ഒക്കെ മീറ്റർ കൺസോൾ ക്യുക്ക് ഷിഫ്റ്റർ പോലത്തെ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അലുമിനിയം സ്വിങ്ങാം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് അതാണ് ബെറ്റർ. പക്ഷേ ഇങ്ങനത്തെ ജഗപോക സാധനങ്ങൾ മാറ്റുന്നത് നീ പ്യുവർ റൈഡ് ഫീൽ നോക്കുകയാണ് രണ്ട് വണ്ടിയും കൂടെ എന്ന് വെച്ചോ, എനിക്ക് ഇതാണ് കുറച്ചുകൂടെ താല്പര്യം. പ്ലസ് ഞാൻ പൈസ എന്റെ മനസ്സിലുണ്ട്, പൈസ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ റൈഡ് ഫീൽ ഇതിനകത്ത് കൂടുതൽ ഇത് കിട്ടും. ഞാൻ പറയുന്ന ഇതല്ല, നീ പൈസ കുറച്ച് കൊടുത്താലും അതിനനുസരിച്ച് അയ്യേ ഞാൻ പൈസ കുറച്ച് കൊടുക്കുന്നതിനുള്ള ആ ഫീൽ അല്ല വണ്ടി തന്നെ. കയറി ഇരുന്ന് കൈ തിരിച്ചു കഴിഞ്ഞാൽ ഡ്യൂക്കും ഇതും എന്നുള്ളതൊക്കെ നീ അങ്ങ് മറക്കും. നീ ശരിക്കും എൻജോയ് ചെയ്യും വണ്ടി. ആകെ അതിൽ നിന്ന് നിന്നെ പുറമോട്ട് പിടിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ബ്രേക്സ് മാത്രമേ ഉള്ളൂ. ബ്രേക്ക് നല്ല ശോകമാണ്. അത് അപ്ഗ്രേഡ് ചെയ്താൽ മാറും. അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് സിൻഡേഡ് ഇടാം. സിൻഡേഡ് ഇട്ടാൽ കുറച്ചും കൂടെ ആക്ച്വലി ഇവർ സിൻഡേഡ് ഇട്ട് തരേണ്ടതല്ല. ആക്ച്വലി ഒരു സിൻഡേഡ് ഇട്ടെന്നല്ല, ഇവർ ആ ഹാർഡ്വെയറെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യണ്ടായിരുന്നു. എങ്ങനെ ഒരു റേഡിയൽ കൊടുക്കായിരുന്നു. റേഡിയൽ റേഡിയൽ കൊടുക്കായിരുന്നു. ഇത്രയും ബാക്കി കമ്പോണന്റ് വൈസ് എല്ലാം വണ്ടി സെറ്റാണ്. 43mm USD ഉണ്ട് ഫ്രണ്ടിൽ. ലിക്വിഡ് കൂൾഡ് 250 എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് അതിനകത്തുനിന്ന് എടുക്കാവുന്നത് മാക്സിമം പവർ എടുത്തിട്ടുണ്ട്. ഇതിലും വരുന്നത് 12:1 കംപ്രഷൻ റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ ഹൈ കംപ്രഷൻ ഉള്ള KTM പോലെ തന്നെ പ്രീമിയം അടിച്ചാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ നോർമലാണ് അടിച്ചത്, ഇതുവരെ ഒരു വിഷയമില്ല. നോക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വണ്ടി മര്യാദയ്ക്ക് ഓടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം നേക്കഡ് സ്പോർട്സ് ബൈക്കിന് നമുക്ക് റോഡിൽ ഓടിക്കാൻ ബെസ്റ്റ് ഫീൽ തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഷാസി വിഷയം ഷാസിയാണ്. ട്രെല്ലിസ് ഫ്രെയിമാണ്, കിഡിലൻ ഷാസി. അല്ല, ചാസിയും സസ്പെൻഷനും എല്ലാം സെറ്റ്. വണ്ടി ഇത്ര അഗ്രസീവ് ആയിട്ട് പോയിട്ട് ഈ സാധനം പിടിച്ചാൽ നിൽക്കണം. അത് കിട്ടണം. അത് നമുക്ക് കിട്ടണം എന്നുള്ളതൊന്നാണ്. വണ്ടി നിൽക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. വണ്ടി നിൽക്കുന്നില്ല. ഇത് കയറുന്നതിനനുസരിച്ചുള്ള ഒരു നൃത്തം നമുക്ക് എനിക്ക് ആ ഒരു അതില്ല. അത് പക്ഷേ എനിക്ക് KTM ഫീൽ ചെയ്യും. തൊട്ടാ മതി. എനിക്ക് ബൈറ്റ് അവിടെ ഉണ്ട്, ഒന്ന് സ്ക്വീസ് ചെയ്താൽ സ്റ്റോപ്പിംഗ് അവിടെ. നീ ഫുള്ളി ലിവർ യൂസ് ചെയ്യണമെന്നേ ഇല്ല. KTM സ്റ്റാർട്ടിംഗിലത്തെ കുറച്ച് പിടിച്ചാൽ തന്നെ വണ്ടി സ്റ്റോപ്പ് ആവും. ആ സാധനം ഇത് കിട്ടുന്നില്ല. ഫീഡ്ബാക്ക് ഭയങ്കര ഫീഡ്ബാക്ക് ബൈറ്റ് കുറവാണ്. പ്രോഗ്രസീവ് ആണ്. സ്റ്റോപ്പിംഗ് പവർ എന്നുണ്ടെങ്കിലും ABS അതിൻ്റെ ഇടയ്ക്ക് കയറുന്നുണ്ട്. ABS പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം ടയറാണ്. ഫ്രണ്ടിൽ അവർ സാധാ MRF സാപ്പർ തന്നെ കൊടുത്തേക്കുന്നത്. പക്ഷെ ബാക്ക് കൊടുത്തിരിക്കുന്നത് MRF സ്റ്റീൽ റേഡിയലാണ്, സ്റ്റീൽ ബ്രേസ്. ഈ ടയറാണ് NS 400 അതിനിപ്പം വരുന്നത്. അപ്പോളോയും ഇതുമൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടായിരിക്കും. ബാക്ക് അടിപൊളി കൊടുത്തു. ഫ്രണ്ട് അവർ ബഡ്ജറ്റ് ചവിട്ടി. അത് അതൊന്ന് അവർ ബഡ്ജറ്റ് പിടിച്ചു നിർത്താനായിട്ട് കാണിച്ചു തന്നാണ്. രണ്ടും സ്റ്റീൽ പ്രൈസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതുപോലെ പ്രൈസ് വണ്ടിയുടെ കൂടും. അത് കുറയ്ക്കാനായിട്ട് ഫ്രണ്ട് അവർക്കറിയാം. നമ്മൾ കോർണർ എടുക്കുമ്പോഴാണെന്നുള്ള ആക്സലറേഷൻ്റെ എല്ലാം വണ്ടിയെ പിടിച്ച് നിർത്തുന്നത്. കോർണർ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് സാധനം ഇത് ശ്രമിപ്പിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കോൺഫിഡൻ്റ് ആണ്. പക്ഷെങ്കിൽ ടയറിൽ അങ്ങോട്ട് അങ്ങനെ ഫ്രണ്ട് എൻഡ് നമുക്ക് കോർണർ എൻട്രിയിൽ ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് ലൈനിൽ. പക്ഷേ നീ ആക്സിലേറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്തേക്ക് വണ്ടി പിടിച്ചിരിക്കുകയാണ് റോഡിൽ. ആ സാധനം കിട്ടും. അതോ ബാക്ക് ടയറിനാണ്. നീ വണ്ടി വാങ്ങിച്ചാൽ നിനക്ക് ആ ഫ്രണ്ട് മാറ്റി ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് നീ രണ്ട് ടയറോടെ നോക്കിയാലും മനസ്സിലാവും. 3300-3500 കിലോമീറ്റർ റേഞ്ച് ഓടിയ വണ്ടിയാണ്. ടയർ ഓൾമോസ്റ്റ് ത്രെഡ് മൊത്തം തീരാറായി. ഫ്രണ്ട് പുത്തൻ ടയർ. അപ്പോൾ അത് അപ്പോൾ തന്നെ ആ ഗ്രിപ്പ് ഡിഫറൻസ് നീ മനസ്സിലാക്കി. ഇത് സോഫ്റ്റ് കോമ്പൗണ്ട് റേഡിയൽ ടയറാണ്, W റേറ്റഡ് ടയറാണ്. അത് H റേറ്റഡ് ടയറാണ്. സോ ആ പെർഫോമൻസ് ഡിഫറൻസ് എന്താ, അതും ബ്രേക്കിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് ആ ടയറിന് ഗ്രിപ്പില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ABS ഒന്ന് ഇൻട്രോഡ് ചെയ്യുന്നത്. ഒന്നവരുടെ കാലിബ്രേഷൻ്റെ ഉണ്ടാവും, ഒന്നുകൂടെ അവർ ശ്രദ്ധിക്കണം. രണ്ട്, ടയറിന് ഗ്രിപ്പില്ലാത്തതുകൊണ്ട് നിനക്ക് ആ ബ്രേക്ക് ഇവിടെ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് നിനക്ക് റോഡിലോട്ട് ആ ഗ്രിപ്പ് കിട്ടുന്നില്ല. ഒന്ന് അത് മാറ്റി കഴിഞ്ഞാൽ നിനക്ക് ഇമ്പ്രൂവ് ആവും ബ്രേക്കിങ്. രണ്ട്, നീ പാഡ് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അതിലും ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ ഹീറോ ഒരു ഹാർഡ്വെയർ അപ്ഡേറ്റ് തന്നെ ചെയ്താലേ നടക്കത്തുള്ളൂ. മേ ബി നെക്സ്റ്റ് വരുന്ന ജനറേഷൻസിൽ നമുക്ക് പ്രതീക്ഷിച്ചില്ല. അതിപ്പം ഹീറോയെ വെച്ച് നോക്കുമ്പോഴത്തേനും അവർക്ക് ഈ 2 ലക്ഷം രൂപയുടെ അകത്ത് പിടിക്കണം. നമുക്കത് നിർബന്ധിക്കാനും പറ്റത്തില്ല. നിർബന്ധിക്കാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് തീരെ മോശം ബ്രേക്ക് ഒന്നും അല്ല പറയുന്നത്. ഓടിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ റൈഡിങ് സ്റ്റൈലിനനുസരിച്ച് നിങ്ങൾക്ക് അത് മോശമാണോ നല്ലതാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിത് അത്രയും പുഷ് ചെയ്ത് ഓടിച്ചതുകൊണ്ടും ആ ഒരു അത്രയും ഹെവി ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മാത്രമുള്ള പ്രശ്നമാണ്. നോർമലി പോകുന്ന 80-ലൊക്കെ പോട്ട് നീ 100 പോയിട്ടാണെങ്കിലും നിനക്ക് ഒരുമാതിരി പിടിക്കുന്ന സിറ്റുവേഷൻസിലെല്ലാം വണ്ടി നിൽക്കും. ഡ്യുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. 2 ABS മോഡ്സ് വരുന്നുണ്ട്. ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, റോഡെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാക്കിൽ കുറച്ചുകൂടെ ലെസ് ഇൻട്രൂസീവ് ആണെന്നാണ് ഹീറോ പറയുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ ആവുന്ന മണി 58 നോക്കിയിട്ട് അതെനിക്ക് ട്രാക്കിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റിയില്ല. സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് അത് ചില വള്ളി പരിപാടിയാണ് അത് ചെയ്യേണ്ടത്. ബഗ്ഗാണോ? ബഗ്ഗെന്ന് ഞാൻ പറയത്തില്ല, അതെന്തോ ഈസി അല്ല. പെർഫോമൻസിൽ കുറഞ്ഞു നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ബ്രേക്കിംഗ് മാത്രമാണ്. എഞ്ചിനിലോട്ട് ഒരു വണ്ടി മേടിച്ചിട്ട് ഇത്രയും കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേണേൽ ടയറും ബ്രേക്ക് പാഡും മാറ്റി കഴിഞ്ഞാൽ അതും കൂടെ ഏറെക്കുറെ സെറ്റ് ആവും. ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള 250 വാങ്ങിക്കുന്നു. നിനക്കപ്പോൾ ഫ്രണ്ട് നീ നല്ലൊരു റേഡിയൽ ടയർ വാങ്ങിച്ചിടുക. അത് നിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതിന് നിന്റെ ചോയ്സ് എന്ന് ഞാൻ പറയത്തില്ല, നിന്റെ ഒരു ഉത്തരവാദിത്വം. നിനക്ക് ബഡ്ജറ്റ് കുറവ്, വണ്ടിയും വേണം ഇതും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ തരിക. അത് ഓക്കെ ഫൈന്. എഞ്ചിനിലോട്ട് വരുവാണ്. എഞ്ചിനിലോട്ട് വരുമ്പോൾ 210-ഉം 250-ഉമായിട്ട് ഇത് സെയിം ആ എഞ്ചിനെ എടുത്ത് ബോറപ്പ് ചെയ്ത് അല്ല. ഇത് ആക്ച്വലി എൻറ്റയർലി ഡിഫറെന്റ് എഞ്ചിൻ തന്നെ. കണ്ടാൽ ഒരുപോലെ ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഇന്റേണൽസും കാര്യങ്ങളും എല്ലാം ഹീറോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ഒരു ലിക്വിഡ് കൂൾഡ് 250 ക്വാർട്ടർ ലിറ്റർ എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഷാസി സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെയുള്ള എഞ്ചിനാണ്. ഇതിന്റെ ഒപ്പത്തിൽ നിൽക്കുന്ന സാധനമാണ്. ഗിയറിംഗ് ആയിക്കോട്ടെ, ഗിയർ ബോക്സ് ഗിയർ ബോക്സ് അടിപൊളിയാണ്. എങ്ങനെയൊക്കെ നീ ഷിഫ്റ്റ് ചെയ്തോ പ്രിസൈസ് ആണ്. പോസിറ്റീവ്
ഷിഫ്റ്റ്സ് ആണ്. ഭയങ്കര നല്ല ഫീലാണ്. ഗിയർ റേഷ്യോസും അടിപൊളിയാണ്. ഫസ്റ്റ് 3 ഗിയേഴ്സ് 4 ഗിയേഴ്സ് നിനക്ക് ഷോർട്ടായിട്ട് ഫീൽ ചെയ്യും. 5th 6th നല്ല ടോളാണ്. എന്നാൽ നിനക്ക് 6th ഗിയറിൽ ഇട്ടുകൊണ്ട് ഒരു 60 കിലോമീറ്ററിൽ പോകാൻ പറ്റും. അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിങ് ഇല്ല. എന്നാൽ ഇത് DOC ആയതുകൊണ്ട് തന്നെ അത്രയും ബോട്ടം എൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് ബിൽഡപ്പ് ആവാൻ ഇച്ചിരി ടൈം എടുക്കുന്നത്. പക്ഷെ ഒന്ന് നീ 4500-5000 RPM അടുത്തെത്തി അല്ലാതെ ക്രോസ് ചെയ്യുന്ന വെച്ചാൽ വിഷയമാണ്. പിന്നെ വണ്ടി പിടിച്ചെടുക്കില്ല. പിന്നെ പോവാം അമറിക്കൊണ്ടങ്ങ് പോകാൻ വേണ്ടി ആ ടൈപ്പ് ഒരു പവർ ഡെലിവറിയാണ്. അപ്പം 5000+ ആണ് പവർ കിടക്കുന്നത്. അപ് ടു റെഡ് ലൈൻ നന്നായിട്ട് വലിക്കും. നന്നായിട്ട് വലിക്കുമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പുള്ള് ചെയ്യും. അപ്പോൾ വൈബ്രേഷൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹീറോയുടെ എൻജിൻസിൽ വെച്ചിട്ട് ഇത്രയും പെർഫോമൻസ് വരുന്നതിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് എഞ്ചിനാണ്. ഓക്കെ. റാറ്റ്ലിംഗ് നിനക്ക് ഫീൽ ചെയ്യും. റാറ്റ്ലിംഗ് ഉണ്ട്. വൈബ്രേഷൻ അല്ല, റാറ്റ്ലിംഗ് ആണ്. അതായത് നീ ഇപ്പോൾ കൊടുത്തിട്ട് ഒന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് മെയിനായിട്ട് ഒന്ന് എനിക്ക് ഈ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറിനകത്തുനിന്നൊരു നമ്പർ പ്ലേറ്റ് ഹോൾഡറിന്റെ ആണോ ഇതിന്റെ ആണോ? കീ ചെയിൻ്റെ അല്ല ഇവിടെ ഈ ഒരു ഭാഗത്ത് അതായത് ഈ ഒരു ഹാൻഡിൽ ബാറിന്റെ ഇതേലൊരു ഒരു സർട്ടൻ RPM ഒരു സിർ ഫീൽ ചെയ്യും. ടാങ്കിന്റെ സൈഡിൽ ഇവിടെ ചെറുതായിട്ടൊരു സിർ ഫീൽ ചെയ്യും. ആ ഭാഗത്തില്ല, അവിടെ ഒന്നുമില്ല. എന്തോ ഈ ഭാഗത്ത് അതാ ഞാൻ പറഞ്ഞത്. അതാ മൊത്തത്തിൽ ആ ഒരു എഞ്ചിന്റെ ഒരു റെസൊണൻസ് ഉണ്ടല്ലോ, ആ സാധനമാണത്. എഞ്ചിൻ സ്മൂത്ത് ആണ്. 4000 to 5000 RPM ഇടയിൽ ഞാൻ ഇതിനെ ഒന്ന് കാം ഡൗൺ ആക്കാൻ നോക്കുമ്പോഴത്തേനാണ് ഇത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യും. കാം ഡൗൺ ആവാൻ നോക്കരുത്. അതാണ് ഇതിന്റെ മെയിൻ ഒരു പോയിന്റ്. നീ ഇത് വാങ്ങിച്ചിട്ട് അയ്യോ പാവ ഓടിയിരുന്നാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാതിരിക്കുക. അതിന് നീ ജിക്സർ എടുക്കുക പോയി. അല്ലെ, നമ്മളിപ്പം സിറ്റിയിലൂടെ പോകുമ്പോൾ പോകാൻ പറ്റുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. നീ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് ഓടിക്കുക. നീ ഇത് വാങ്ങിച്ചിട്ട് നിനക്ക് സ്പ്ലെൻഡർ ഓടിക്കുന്ന പോലോ അല്ലെങ്കിൽ ഒരു 200cc ഓടിക്കുന്ന പോലോ ഓടിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സെൻസ് ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് ഓടിക്കാം, പക്ഷെ അധിക ദൂരത്തിൽ അങ്ങനെ ഓടിക്കാൻ നമ്മളോ വണ്ടിയോ അത് എൻജോയ് ചെയ്യത്തില്ല. ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓടിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ 100 24 മണിക്കൂറും പോകണമെന്നല്ല. RPM റേഞ്ച് ഇച്ചിരി അഗ്രഷനോടെ തന്നെ ത്രോട്ടിൽ യൂസ് ചെയ്യുക. അതിനകത്ത് ഒരു മടിയും കാണിക്കരുത്. ആ ഒരു സംഭവം RTR എനിക്ക് മനസ്സിലായി. RTR അതുപോലെ സെയിം ആണ്. എന്നെ വാങ്ങിച്ചത് ഈ പഴ ഓടിക്കാണ്. എന്തിനാടാ നീ വണ്ടി വാങ്ങിച്ചതെന്ന് വണ്ടി നമ്മളോട് പറയും. പക്ഷെ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് കുടിക്കും. അപ്പോൾ എത്ര കുടിക്കും മൈലേജ്? ഞാൻ കൊച്ചിയിൽ നിന്ന് എടുത്തപ്പം അത് പറയാൻ പറ്റുപോയി. താങ്ക് യു സോ മച്ച് മെഗാ മോട്ടോഴ്സ് ആലുവ ഫോർ പ്രൊവൈഡിങ് എസ് ദിസ് ബൈക്ക്. നമുക്ക് അവിടെ നിന്നാണ് ഗൈസ് ഈ ഒരു വണ്ടി കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഓടിച്ച് നോക്കാൻ പറ്റി. ഒരു ദിവസം വണ്ടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അവരും ആ ലിമിറ്റേഷനിലാണ് നമുക്ക്. ഇത് അവിടുത്തെ ടെസ്റ്റ് റൈഡ് ബൈക്കാണ്. കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ ഓടിച്ചു. ഇവിടെ നമ്മൾ അത്യാവശ്യം ഓടിച്ചു. അത്യാവശ്യം ഒരു 200 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചതാണ്. 11.5 ലിറ്ററിന്റെ ടാങ്ക് ആയിരുന്നു. കുറവായിട്ടാണ് അടിച്ചത്. ഫുൾ വരെ ഒരു 9.2 9.5 ലിറ്ററിനുള്ളിൽ കയറി. അപ്പോൾ അതിൽ എനിക്ക് ടാങ്ക് റേഞ്ച് കാണിച്ചത് 300 320 റേഞ്ചിൽ ടാങ്ക് റേഞ്ച് കാണിക്കുന്നുണ്ടായിരുന്നു. ഡീസന്റ്. ടാങ്ക് ടു ടാങ്ക് നോക്കാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. മീറ്ററിനകത്തുള്ള മൈലേജിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന പോലെ 6th ലിറ്റർ 60-70 റേഞ്ചിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 40 ഒക്കെ മീറ്ററിൽ റിയൽ ടൈം കാണിക്കുന്നുണ്ട്. റിയൽ ടൈം 40 കാണിക്കും, 35 to 40 കാണിക്കും. അഗ്രഷനോട് ഓടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് കാണിച്ചിട്ടുള്ളത് 22 ആണ്. ഈ റേഞ്ച് നീ മനസ്സിൽ വെച്ചോ, 22 to 40 km/ലിറ്റർ. ആവറേജ് നിനക്ക് ഇതിൽ 30 കിട്ടും. ഒരു സാധാരണ അത്യാവശ്യ അഗ്രഷനോട് നീ ഡെയിലി ഉപയോഗിച്ചാൽ. ഡ്യൂക്കുമായിട്ട് കമ്പയർ ചെയ്താൽ ഡ്യൂക്കിന്റെ ഏറ്റവും കുറവെന്ന് ഞാൻ പറയത്തില്ല. ഡ്യൂക്കിന്റെ ആവറേജ് 28 to 30 ആണ്. 250cc പുതിയതിന് നിനക്ക് കുറച്ചുകൂടെ കിട്ടും. ഞാൻ പറഞ്ഞ DOC പഴയ ഡ്യൂക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ്. പുതിയ ഡ്യൂക്കിന് നിനക്ക് ചിലപ്പോൾ ഒരു 30-32 രൂപ കിട്ടിയേക്കാം. പക്ഷേ ഇത് നീ പറഞ്ഞ പോലെ 60-70 ഓടിച്ചാൽ 35 നിനക്ക് ആവറേജ് കിട്ടാം. ഹൈവേസിൽ ഉറപ്പായിട്ട് നിനക്ക് 35 കിട്ടും, മിനിമം 35 കിട്ടും. സിറ്റിക്കകത്താണെന്നുണ്ടെങ്കിലും 30 ആവറേജ്. അതാ ഞാൻ പറഞ്ഞ ഡെയിലി യൂസ് വിത്ത് 50% അഗ്രഷനോടെ നീ ഓടിച്ചു കഴിഞ്ഞാൽ 32 ഒക്കെ നിനക്ക് ആവറേജ് കിട്ടും. അതിലും കുറയാൻ പോകുന്നത് 28 വരെ ആയിരിക്കും. 25 പോകണമെന്നുണ്ടെങ്കിൽ നീ അതുപോലെ അഗ്രസീവ് ആയിരിക്കണം. 22 ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ത്രോട്ടിൽ പിണ്ടായിരിക്കണം. എവറി ഗിയർ ട്രാക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്രേ കാണുള്ളൂ. അല്ലാത്ത പക്ഷം 28-നും 35-നും അടക്കള മൈലേജ് കിട്ടും. കുഴപ്പമില്ല. ഇതിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നിനക്ക് കുഴപ്പമില്ല, ഡീസന്റ് ആണ്. അതാണ് അപ്പോൾ എഞ്ചിന്റെ ഭാഗം. ഇനി ഹീറ്റിംഗ് ഇത് നോക്കിയാണ്. ലിക്വിഡ് കൂൾഡ് ആണ്. എനിക്ക് ഹീറ്റിംഗ് ഫീൽ ഇല്ല. ഞാൻ ഇന്നലെ കൊച്ചി ട്രാഫിക്കിൽ ഈ സംഭവങ്ങളൊന്നും അല്ല ഇട്ടിരുന്നത്. നിന്നെ പോലെ ഒരു സാധാ പാന്റും സാധാ ഷൂ ആണ് ഇട്ടിരുന്നത്. ഹീറ്റിംഗ് നമ്മുടെ കാലിലോട്ട് അടിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. ചൂട് കാറ്റ് വരുന്നത് ഈ ഒരു പോർഷനിലോട്ട് ഇങ്ങനെ അങ്ങ് കളയും. അത് നീ വണ്ടി നൈസായിട്ട് ട്രാഫിക്കിൽ ഒരു 5 കിലോമീറ്റർ സ്പീഡിൽ മുന്നോട്ട് എടുക്കുമ്പോഴത്തേക്ക് ആ കാറ്റ് നമ്മുടെ കാലിലോട്ട് അത് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് റൈഡറിന്റെ കാലിലോട്ട് ഹീറ്റ് അടിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹീറ്റിംഗ് എന്നുള്ളത് തിരിഞ്ഞ ഡിപ്പാർട്ട്മെന്റിലോട്ട് നീ നോക്കേണ്ട ആവശ്യമില്ല. ലൂക്കിന് കുറച്ചുകൂടി ഹീറ്റിംഗ് ഉണ്ട്, അത്രയല്ല. പക്ഷെ പുതിയ ജനറേഷനിൽ അവരത് മാനേജ് ചെയ്തിട്ടുണ്ട്. എന്നാലും ആ KTM-ൻ്റെതായിട്ടുള്ള ഒരു ഹീറ്റിംഗ് അതിനകത്ത് ഫീൽ ചെയ്യും. നമുക്ക് കാലിൽ തട്ടും. ഇത് അത്രയില്ല. ഇതൊരു 200cc ഓടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ തോന്നത്തുള്ളൂ ഹീറ്റിങ്ങിന്റെ കാര്യത്തിൽ. എന്നാൽ പവർ വരുമ്പോഴത്തേക്ക് 250 ആ റേഞ്ചിലോട്ട് പോകുന്നുണ്ട്. വൈബ്രേഷൻ ഞാൻ പറഞ്ഞത് വൈബ്രേഷനും എനിക്കൊരു വിഷയമല്ല. ഈ ഒരു എഞ്ചിൻ ക്യാരക്ടറിൽ വൈബ്രേഷൻ എനിക്കൊരു സീനില്ല. അതേസമയം ജിക്സറിന്റെ സെയിം പെർഫോമൻസ് വന്നിട്ട് വൈബ്രേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തേനെ. ഇത് അതിലല്ല വരുന്നത്. പെർഫോമൻസ് ഉണ്ട്, അതിനനുസരിച്ച് വൈബ്രേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്ര ഇല്ല ഇതിൽ. അത് നോട്ട് ചെയ്തോളൂ. സസ്പെൻഷൻ
43mm അപ്സൈഡ് ഡൗൺ ആണ് ഫ്രണ്ടിൽ, ബാക്കിൽ പ്രീലോ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. നൈസ് സെറ്റപ്പ് ആണ്, കംഫർട്ടബിൾ എന്ന് ഞാൻ പറയത്തില്ല, ഇച്ചിരി ഫേം ആണ്, ഇച്ചിരി സ്റ്റിഫാണ്, എന്നാൽ തീരെ അങ്ങ് ഭയങ്കര കട്ടിന്നല്ല. പക്ഷെ ഞാൻ ഓടിച്ചപ്പോൾ എനിക്കിത് രസമായി. നീ എന്നെ പുറകെ വെച്ചോണ്ടാവും, പുറയിൽ ആളുണ്ട്, റിയർ സസ്പെൻഷൻ കുറച്ചുകൂടെ ലോഡഡ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് കുറച്ചും കൂടെ നൈസ് ഫീൽ കിട്ടും. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഈ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞ സാധനം നീ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ പുറകെ വെച്ചിരുത്തിയപ്പോൾ എനിക്ക് ആ സ്റ്റിഫ്നെസ്സേ ഫീൽ ചെയ്തു. എന്നാൽ നീ തന്നെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിൽ ഒരു കട്ടിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു പാച്ചോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നീ പ്രോപ്പറായിട്ട് വണ്ടിയിൽ ഹഗ്ഡ് അല്ല, നീ ജസ്റ്റ് സീറ്റിൽ വെറുതെ ലേസി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ട് കിട്ടും. അത് ഫ്രണ്ട് സോക്ക് ചെയ്യും, ബാക്ക് തട്ടും, അതേപോലെ നല്ല അടി തരും, അത്യാവശ്യം നിനക്ക് ഫീൽ ചെയ്യും. അതായത് ആ പാച്ച് നിന്റെ വണ്ടി കയറി എന്നുള്ളത് ആ പാച്ചിന്റെ ലെവലിൽ നിനക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നീ അവിടെ നോക്കേണ്ടത് എന്തോ ബാക്കിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആണ്. പ്രോപ്പർ ടയറിന്റെ ഫീഡ്ബാക്ക് നിനക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പ്രോപ്പർ കിട്ടും. അത് കോർണർ നീ ഡിപ്പ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആക്സിലറേറ്റിംഗ് ടൈം ആണെങ്കിലും ബാക്ക് പ്ലാന്റഡ് ആണ്. ഷാസിയെ അത് പ്രോപ്പറായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഫ്രണ്ട് ആണെന്നുണ്ടല്ലോ ആ ടയർ മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രണ്ട് ആൻഡ് ഫീൽ നിനക്ക് കിട്ടും. ബ്രേക്ക് ചെയ്യുമ്പോൾ വലിയ ഡൈവോ അല്ലെന്നുണ്ടെങ്കിൽ വൊബിൾ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് ഫീലേ ചെയ്യത്തില്ല. ഏത് സ്പീഡിൽ എങ്ങനെ നീ കൈ കൊടുത്തെന്ന് പറഞ്ഞാലും വൊബിൾ ആകത്തില്ല വണ്ടി. വൊബിളും ആവുന്നില്ല, ഡൈവും ആവുന്നില്ല, ഡൈവ് ആകത്തില്ല, പ്രോപ്പറാണ്. അപ്പോൾ ആ ഷാസിയെ നൈസായിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിക്കുള്ള സസ്പെൻഷനാണ്. കംഫർട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അവർ ആ കംഫർട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ പ്രോപ്പർ ഹാൻഡ്ലിങ് തരാൻ വേണ്ടിയാണ് ഇതിനെ ബാലൻസ്. മനസ്സിലാവും. അത് കംഫർട്ട് ആക്ച്വലി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇല്ല ഇല്ല, അത് അല്ല കറക്റ്റ് ഇതല്ല. KTM ഇതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. പോടാ. ഡ്യൂക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ആ കാര്യത്തിൽ. പക്ഷേ ആക്ച്വലി അത് തിരിഞ്ഞല്ലേ വരേണ്ടത്. വരേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഓരോ മാനുഫാക്ചറേഴ്സ് കാഴ്ചപ്പാട് പോലെ ഇരിക്കും. KTM ഫീഡ്ബാക്ക് കുറവൊന്നും അല്ല പറയുന്നത്. പക്ഷേ KTM സസ്പെൻഷൻ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു പൊടിക്ക് ഒരു സ്റ്റെപ്പ് താഴെ നിൽക്കും സോഫ്റ്റ്നെസ്സിൽ. ബാക്കേ ഉള്ള ഫ്രണ്ട് അത്ര ഇല്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഞാനിപ്പം ഒരു ടൂറിങ്ങിന് പോവാണ്, ബാക്കിൽ ലഗേജ് വെച്ച് ഒരു വിഷയമില്ല. ഞാൻ ഭയങ്കര ഒറ്റയ്ക്കാണെങ്കിലും ടൂറിങ്ങിന് എനിക്ക് കൊച്ചിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു വിഷയമില്ലായിരുന്നു സസ്പെൻഷൻ ടൈറ്റാന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതൊരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് ആ സെറ്റപ്പ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര കംഫർട്ട് നോക്കി പോയി എടുക്കാൻ പോകണ്ട, എന്നാൽ ഒട്ടും കംഫർട്ടബിൾ ആണെന്നും വിചാരിക്കണ്ട. ഒരു സ്ട്രീറ്റ് നേക്കഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പോക്കോ, നീ വണ്ടി ഇഷ്ടപ്പെടും ശരിക്കും. പ്രൈസ് കൂടെ അറിയുമ്പോൾ എടുത്തോണ്ടേ പോകും. ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആണ് വണ്ടി, സോ അത്രയും മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ നോക്കത്തുള്ളൂ. ബാക്ക് ബ്രേക്ക് മരം പോലാണ്, പ്രത്യേകിച്ച് അതിന്റെ യൂസ് ഒന്നും എനിക്ക് തോന്നിയില്ല. അതാണ് ഞാൻ ബ്രേക്കിംഗ് ആണ് ഇതിൽ ഇമ്പ്രൂവ് ആണ്ടാവുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആയിട്ടാണ് വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത്. പെർഫോമൻസിൽ വരുമ്പോഴത്തേക്ക് ഹീറോയുടെ ഫ്ലാഗ്ഷിപ്പ് ആയത് ആ ഫ്ലാഗ്ഷിപ്നെസ് നമുക്ക് ഈ വണ്ടിയിലും കാണാനുണ്ട്. പഴയ പോലെ അല്ല, പാനൽസിൽ റാറ്റ്ലിംഗ് നോയ്സുകളോ ഇളക്കമോ ആട്ടമോ സ്ക്വീസിങ്ങോ ഒന്നും ഫീൽ ചെയ്യില്ല എനിക്ക്. പ്രോപ്പറാണ്. ഈ ടാങ്ക് കണ്ടാലും എല്ലാം പ്രോപ്പറാണ്. ഇതിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് നൈസാണ്. ഈ ഷ്രൗഡും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പാനൽ ഗ്യാപ്സ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഡിസൈൻ്റെ ആണ്, ഇത്രയും ഗ്യാപ്പ് ഉള്ള ഡിസൈനാണ്. ഇനി ഇതിനകത്ത് പാനലിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പില്ല. ആൾക്കാരുണ്ടല്ലോ ഇത്ര ഏരിയ ഇത്ര നേക്കഡായിട്ട് കിടക്കുമ്പോൾ അവർ ഷുവർ ആയിട്ട് വിചാരിക്കും ഈ വണ്ടി നല്ല രീതിയിൽ കാലിലോട്ട് ഹീറ്റ് തട്ടുമെന്ന്. ഇല്ല, അങ്ങനെ വിചാരിക്കില്ല, ശരിയല്ല. അത് ഞാൻ പറഞ്ഞ എക്സോസ്റ്റ് ഒതുക്കമുള്ള സാധനമാണ് കൊടുത്തേക്കുന്നത്. നൈസാണ്. പെക്സും നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഈ സാധനം എനിക്ക് ഒട്ടും പിടിച്ചില്ല. എന്റെ ബൂട്ടെ കയറി ഇത് എന്ത് കാര്യത്തിലാണ് ഞാൻ കാല് വെച്ചതിന്റെ പ്രശ്നമാണ്. ഇത് അവർക്ക് സുഖമായിട്ട് അലുമിനിയം പീസ് തന്നെ കൊടുക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എന്തിനാണ് ഈ പ്ലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നീ കാല് ലോക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ സ്ക്വീസ് ചെയ്യാത്തോട്ട് എനിക്ക് അവിടെ ഒരു ലോക്ക് ഇതെന്താ ഇങ്ങനെ. പക്ഷെ അത് അറിഞ്ഞൂടെ, ആഫ്റ്റർ മാർക്കറ്റ് എന്തെങ്കിലും മാറ്റി വെക്കാം. പില്ലിയൻ ഇരിക്കുമ്പോഴും ഫുട് പെക്ക് നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത്. അത് സെറ്റാണ്. കറക്റ്റ് ഈ ഹൈറ്റിലൊന്ന് കയറി കിട്ടിയാൽ മതി. കയറി കഴിഞ്ഞാൽ നൈസായിട്ട് വണ്ടിയിൽ ഗ്രിപ്പ് ചെയ്തിരിക്കാം. നല്ല കിടിലൻ ഗ്രാവൽ റെയിൽ കാണാനും പൊളിയാണ്, പിടിക്കാനും പൊളിയാണ്. നൈസായിട്ട് ഇവിടെ വേണേൽ ബാഗും വെച്ച് കേട്ടാം. ഡിസൈൻ വിഷ്യൻ ഡിസൈൻ. ഈ സാധനം ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ ഹഗർ ഒട്ടും ചള്ള ബാക്കി ഇരിക്കുന്ന ആൾക്ക് അടിക്കത്തില്ല, പുറകിലൊന്നും അടിക്കത്തില്ല. പ്രോപ്പറാണ്. അത് ലുക്കും ഉണ്ട്, ഫംഗ്ഷനും ഉണ്ട്. അത് ഹീറോ പൊളിച്ചു. പിന്നെ സ്വിംഗ് ആം നോർമൽ സ്ക്വയർ ട്യൂബ് ആണ്. ഈ പ്രൈസിൽ നീ സ്വിംഗ് ആം അലുമിനിയം തന്നെ വേണമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷും നൈസാണ്. നിങ്ങൾ ഹീറോ ആണേന്ന് പറഞ്ഞിട്ട് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ അല്ലാണ്ടാണെന്നല്ലോ ടെൻഷൻ അടിച്ചുകൂടി നടക്കേണ്ട കാര്യം എനിക്ക് ഫീൽ ചെയ്യില്ല. ഞാനും അത് എക്സ്പെക്ട് ചെയ്തായിരുന്നു. എഞ്ചിൻ അത്ര സുഖമായിരിക്കത്തില്ല എന്നുള്ളൊരു ഒരു ഇതിൽ തന്നെ ഞാനും കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ തുരുമ്പ് ഇല്ല. എനിക്ക് പ്രശ്നം തുരുമ്പ് നാട്ടുകാരുടെ ശരിക്കും മെയിൻ്റനൻസിൻ്റെ ആണ്. ഞാൻ ഒരു പരിധി വരെ തുരുമ്പിക്കുക എന്ന് പറയുന്നത് മെയിൻ്റനൻസിൻ്റെ ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് വാഷിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രഷർ വാഷർ യൂസ് ചെയ്തിട്ടായിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. പൈപ്പിൽ വെള്ളം ബക്കറ്റിലൊക്കെ അങ്ങനെ ഇതൊക്കെ പലയിടത്തും ചെളിയും പൊടി ഇരുന്നിട്ട് തുരുമ്പിക്കും. ഒരു വണ്ടി തുരുമ്പിക്കാനേ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥം ഞാൻ കണ്ടില്ല. എന്നാൽ ഈ പറയുന്ന പോലെ ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോഴേ അവിടെ തുരുമ്പിരിക്കുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സീൻ എനിക്ക് കാരണം കൂടുതലും പ്ലാസ്റ്റിക് പാർട്സ് ആയിരുന്നു. പിന്നെ എന്നെ തുരുമ്പിക്കാൻ എന്നെ സിഗർ നട്ടും ബോൾട്ടും. പിന്നെ ഹൈറ്റ് കുറവുള്ളവർ ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയും. കാരണം ഇത് 805 mm സീറ്റ് ഹൈറ്റ് വരുന്നുള്ളെങ്കിലും ഈ ടാങ്കിൻ്റെ വലിപ്പവും ഈ ഒരു പോർഷനും വല്ലതും ട്രാഫിക്കിൽ മെയ്ബി ചിലപ്പോൾ അവർക്ക് കുറച്ച് ചലഞ്ചിങ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്യാവശ്യം കുഴിഞ്ഞ് ഇങ്ങനെ പക്ഷേ അത് ഞാൻ പറഞ്ഞു, അത് ഓരോ ഹൈറ്റിനനുസരിച്ച് ഓരോ ആളുകളുടെ സ്കിൽ സെറ്റ് അനുസരിച്ചിരിക്കും.
അപ്പം ആ ഹൈറ്റിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ടി നന്നായിട്ടൊന്ന് ട്രാഫിക്കിലൊന്ന് ഓടിച്ച് നോക്കുക, ബമ്പർ ടു ബമ്പറിൽ ഓടിച്ച് നോക്കുക. കണ്ണാടി ബേസിക് കണ്ണാടിയാണിത്. അതുപോലെ തന്നെ ഈ ഗ്രിപ്പും വിസിബിലിറ്റി ഒക്കെ ഓക്കെ എന്നുള്ളത്. എനിക്ക് ജാക്കറ്റ് ഇല്ലാതെ എനിക്ക് ഓക്കെ ആയിരുന്നു. ജാക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് നീ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനൊക്കെ പറ്റും. എന്ന് പറഞ്ഞാൽ നീ ടൂറിംഗ് ബൈക്കിനോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ TV കാണുന്ന പോലെ കാണാൻ ആ ഒരു ഇതും നോക്കണ്ട. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഈ ഗ്രിപ്സ് ഒക്കെ അവർക്കൊന്ന് മാറ്റി പിടിക്കായിരുന്നു. ഫ്രണ്ടറിൽ വരുന്ന ഗ്രിപ്പ് ഇതിൽ വരുന്ന ഗ്രിപ്പ് ഏകദേശം ഒരേ പോലത്തെ സാധനമാണ്. അതിനിപ്പോൾ എന്നല്ല, നീ ഇവിടെ അത് ഒരു 1 ലക്ഷം രൂപ വണ്ടി, ഇതൊരു 2 ലക്ഷം രൂപ വണ്ടിയാണ്. അതൊരു പ്രീമിയംനെസ് ഇത്ര ആഡ് ചെയ്യുമ്പോൾ അതിലൂടെ ഒക്കെ മാറ്റം വരുത്തണം. അല്ലെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ബാധിക്കും. പാർട്സ് ഷെയർ ചെയ്യൂല. പാർട്സ് ഷെയർ ചെയ്യുകയാണെന്ന് എന്തോരം പാർട്സ് വേറെ ഷെയർ ചെയ്യും. എന്തിനാണ് ഈ ഗ്രിപ്പിലൊക്കെ ഇട്ട് പിടിക്കുന്നത്, 50 രൂപയുടെ ഗ്രിപ്പിലൊക്കെ ഇട്ട് പിടിക്കുന്നത്? എന്നാ പിന്നെ ആദ്യം മാറ്റേണ്ടി സ്വിച്ച് കേസിൽ അവർ ഇനിയും നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് വരുത്താറുണ്ട്. കാരണം ഫീല് ഭയങ്കര സ്പോഞ്ചി ഫീലാണ്, ഭയങ്കര സ്പോഞ്ചി ഫീലാണ്. മാവറിക്ക് യൂസ് ചെയ്യുന്ന കൂട്ടം ഇത് തന്നെ വെച്ചേക്കുന്നത് ആണോ? പിന്നെ അപ്പൊ പിന്നെ അത് തന്നെ പുസ്സുന്നിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാനുണ്ട്. ഈ ഇതിന്റെ ഫീല്, ക്വാളിറ്റി ഞാൻ പറയത്തില്ല, ഫീല് കുറച്ചുകൂടെ ബെറ്റർ ആണ്. എന്താ പറയുന്നത്, RTR 310 നോക്കുവാണെങ്കിലും KTM നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. ആ ഫീൽ കിട്ടും. ഗ്ലൗസ് ഇട്ടാണ്, ഗ്ലൗസ് ഇല്ലാതെ ആ ഫീൽ കിട്ടും. പക്ഷേ ഇതിൽ അത് മിസ് ചെയ്യുന്നുണ്ട്. NS 200 കമ്പയർ ചെയ്താലോ വേ ബെറ്റർ ആണ്. വേ ബെറ്റർ ആണ്. NS 200 ആ ബഡ്ജറ്റ് ഏകദേശം ഒരേ ബഡ്ജറ്റ്. ഇപ്പം നിനക്കൊരു 20 രൂപ എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല ആ ഒരു റൈഡ് ഫീല് ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിൽ. പിടിച്ചു. NS 400 സ്റ്റേബിൾ ആണിത്. പെർഫോമൻസിലൊക്കെ അത് 373 ആണ്. അതിനെ മേളിൽ എനിക്കത്തുള്ളൂ. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതാ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അല്ലടാ മീൻസ് അത് പെർഫോമൻസ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി രണ്ടും ഇല്ല. ഇതാണ് സ്റ്റേബിൾ. ഇത് ഓടിക്കാൻ ഹാൻഡ്ലിംഗ് വൈസ് ഇതാണ് ബെസ്റ്റ്. നീ NS 400 ക്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിനക്ക് ആ സ്റ്റെബിലിറ്റി നിനക്ക് ടയർ ഫീഡ്ബാക്ക് കിട്ടത്തില്ല ആ സ്പീഡ്സിലൊന്നും. വണ്ടി ഇങ്ങനെ പോകുന്ന പോലെ തോന്നും. ഇതങ്ങനല്ല, ഇത് പ്രോപ്പർ ആണ്, പ്ലാൻഡ് ആണ്. 140 150 ഒക്കെ അടിക്കും. അതതിന്റെ മാക്സ് ഔട്ട് ആണ്. അതാ ഞാൻ പറഞ്ഞത്. ആ സ്ഥാനത്ത് ഇത് 110 സുഖം. ക്രൂസ് സ്പീഡ് 100 ഒന്നും നോക്കാനില്ല. 110 150 നിനക്ക് ഓൾ ഡേ ചെയ്യാൻ പറ്റും. 120 25 വരെ വേണേൽ പുഷിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ NS 400 110 120 സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഇതാണ് ബെറ്റർ. ഓക്കെ, ഇതാണ് ബെറ്റർ. നിങ്ങൾ പിടിക്കാൻ പറ്റും. പെർഫോമൻസിൽ അതായിരിക്കും, പക്ഷേ ഓവറോൾ പാക്കേജിൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ജിക്സർ നേക്കഡ് കമ്പയർ ചെയ്താൽ ജിക്സറിനെക്കാളും പെർഫോമൻസിൽ ഇതാണ്. ജിക്സർ നിനക്ക് എഫിഷ്യൻസി കൂടുതൽ കിട്ടും. ഈ പറഞ്ഞ പോലെ ആ ഒരു സുസുക്കി റിലയബിലിറ്റി സാധനങ്ങൾ വന്നിരിക്കും. പക്ഷേ അത് ഭയങ്കര ഏജ്ഡാണ് ഇപ്പോൾ ആ വണ്ടി. അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. നീ ഒരു മെച്ചുവേർഡായിട്ടുള്ള നല്ല മെച്ചുവേർഡ് റൈഡർ ആണെങ്കിൽ നിനക്ക് ഓക്കെ, ആ വണ്ടി ആയിരിക്കും ബെസ്റ്റ്. കാരണം നിനക്ക് ആ ഒരു ഈസി ഗോയിങ് കിട്ടും. എന്നാൽ നിനക്കൊരു 250 എന്നുള്ള സാധനം. പ്രൈസിൽ എങ്ങനെയാണ് ജിക്സർ ഏകദേശം ഈ പ്രൈസിൽ വരും. ഓക്കെ, അപ്പോൾ നിനക്ക് കുറച്ചും കൂടെ സമാധാനപ്രിയനാണെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. അല്ല കുറച്ചും കൂടെ ഒന്ന് പൊളിക്കുക, യങ് മൈൻഡ് സെറ്റ് ഉള്ള, ഞാൻ യങ് ഒന്നും ഞാൻ പറയുന്നില്ല, പിന്നെ വലിയ വിഷയം. യങ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. പ്രൈസ് മാറ്റി വെക്കുക. RTR 310 പ്രൈസ് മാറ്റി വെച്ചാൽ RTR അതെല്ലാം കൊണ്ടും അതാണ്. സ്റ്റെബിലിറ്റി എല്ലാം ഉണ്ട്. ടോട്ടലി നൈസ് പാക്കേജ് ആണ്. പക്ഷേ അതിന് 2.5 ലക്ഷമാണ് എക്സ്ഷോറൂം ബേസ് വേരിയന്റ് പോകുന്നത്. ഈ സാധനം നിനക്ക് അതിനേക്കാൾ 10-30,000 രൂപ ചീപ്പായിട്ട് കിട്ടും. എന്നോട് ഇപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബ്രോ ഇതൊന്ന് ഓടിച്ചു നോക്കാണ്ട് ഇതിനെ നീ ജഡ്ജ് ചെയ്യാനേ പാടില്ല. ഓടിച്ചു നോക്കാണ്ട് ഹീറോ മൈൻഡ് സെറ്റ് വെക്കല് നിനക്കായിരിക്കും നഷ്ടം. അത്ര ഞാൻ പറയാം. നീ അയ്യോ ഇതൊന്നും ഓടിച്ചു നോക്കണ്ടേ ആരൊന്നും ഫീൽ കിട്ടും. കാരണം അതല്ല കരിഷ്മ ഓടിച്ചോര് ആ കരിഷ്മയിൽ വെച്ച ജഡ്ജ്മെന്റും കൊണ്ട് ഇതിനെ ജഡ്ജ് ചെയ്തിട്ട് ഭയങ്കര വ്യത്യാസമാണ്. അത് ഓടിക്കുമ്പോഴേ ആ ഫീൽ മനസ്സിലാവുള്ളൂ. അത് ഓടിക്കുമ്പോഴും നീ ആഗ്രഹ മൈൻഡ് വെച്ച് ഓടിക്കുക. എവിടെയെങ്കിലും നീ കൊണ്ട് മറിച്ചിട്ടെന്ന് വെച്ചോ ഹീറോയാണ്. അതുകൊണ്ട് പാർട്സും കാര്യങ്ങളും എല്ലാം അതുപോലെ അഫോർഡബിൾ ആണ്. TVS RTR ഞാൻ ഗണത്തിക്കൊട്ടത് അത് ഇച്ചിരി എക്സ്പെൻസീവ് സൈഡിലോട്ടാണ്. ഇതങ്ങനല്ല, ഇവിടെ നിനക്ക് ആ ഒരു ബെനിഫിറ്റ് വരുന്നത്. അപ്പം മൊത്തത്തിൽ നിനക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, അതായത് NS പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു പ്ലേസിലോട്ട് നമുക്ക് ഇന്നെ വേണേൽ റീപ്ലേസ് ചെയ്യാം വിത്ത് ബെറ്റർ പെർഫോമൻസ്. ഇത് സർവീസിന്റെ കാര്യം കൂടെ, സർവീസ് ഒന്നും എനിക്കൊരു നോ കമൻസ്. അത് കൊച്ചി ഞാൻ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് മെഗാ മോട്ടോഴ്സ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. ബാക്കിയുള്ളിടത്ത് അല്ലെ പ്രീമിയർ സർവീസ്, ഇത് പ്രീമിയർ ഷോറൂംസ് വഴി കിട്ടുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. ഇത് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു. ഹീറോയുടെ പ്രീമിയർ ഷോറൂംസ് വഴിയാണ്. കൊച്ചിയിൽ ഇപ്പോൾ 2 ഉണ്ട്, കോഴിക്കോടുണ്ട്, പിന്നെ അവിടെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. പോടാ ഇത്രേ ഉള്ളൂ. ഈ കേരളത്തിൽ എൻ്റെ അറിവിൽ ഈ 3 അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ തൃശ്ശൂർക്കാരന് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. തൃശ്ശൂരാനും കൊച്ചി വരണം. തിരുവനന്തപുരംകാരനോ? തിരുവനന്തപുരം കൊച്ചി വരേണ്ടി വരും.
ഇല്ല വരും 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 വർഷങ്ങളിൽ പ്രീമിയം ഷോറൂംസ് ഒരുപാട് വരും. വണ്ടി എടുത്തിട്ട് സർവീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ ആയിരത്തിന് പോയി ആയിരത്തിലൊന്നും അല്ല 6000-ലാണ് 6000-ാണ് പോലും ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞാനൊരു ലോങ് ട്രിപ്പ് അടിക്കുമല്ലോ എറണാകുളം. വേണ്ടി വരും. അതിപ്പോ നീ കാവാസാക്കി എടുത്താലും അങ്ങനെയല്ലേ, BMW എടുത്താലും അങ്ങനെ, BMW അത് നീ 2 ലക്ഷം രൂപയും 10-14 ലക്ഷം രൂപയും തമ്മിൽ കമ്പയർ ചെയ്യും. അത് വരും, നിന്റെ അടുത്തും വരും. ഓക്കെ, അങ്ങനെ നീ ഒന്ന് ശ്രമിക്കുക എന്നും പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? വേണേ സമയം ഉണ്ടേ മാറ്റിക്കോ, ഞാൻ പറയുന്നില്ല ഇപ്പോഴേ ചാടി കയറി എടുക്കണമെന്ന്. ഈ ഒരു വിലക്ക് വാങ്ങിക്കാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് എന്ന് ഞാൻ പറയാം. ബെസ്റ്റ്. ഹീറോ ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ആക്കണം പ്ലീസ്. ബ്രേക്ക് ഫസ്റ്റ് നിങ്ങൾ ബ്രേക്ക് സെറ്റ് ആക്കുക. സ്വിച്ച് ഒക്കെ പിന്നെ പോട്ടെ, നമ്മൾ എപ്പോഴും ഞെക്കി കൊണ്ടൊന്നിരിക്കുന്നില്ല. അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം. ഓണാണോടെ ക്യാമറ? ഓ ഓണ